ഹായ്, കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ ജലഹരി വേറൊന്നുമല്ല. ഈ പ്രാവശ്യത്തെ വേനൽ അതികഠിനം കണ്ടോ, സൺബേണൊക്കെ അടിച്ച് ഇരിക്കുന്നുണ്ടോ. ഇതൊന്നും അല്ലായിരുന്നു. അവസാനം ഒരു പോംവഴി ഇല്ലാത്തതുകൊണ്ട് നെറ്റ് ഇടേണ്ട ആവശ്യം വന്നു. കാരണം നല്ലപോലെ കായ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു തുടങ്ങി. നല്ലപോലെ തന്നെ കായ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു, ഒരുപാട് കൊഴിഞ്ഞു പോയി. ലാസ്റ്റ് ഉണ്ട് ഇപ്പം വളരെ കുറച്ചൊക്കെയാണ് ഫ്രൂട്ടായത്. അതിലേക്ക് ഇന്നലെ 2-3 ദിവസമായിട്ട് മഴയൊക്കെ പെയ്ത് കുറേയൊക്കെ താഴെ വീണിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ എടുത്തു. വീഡിയോ എടുക്കാൻ പോയില്ല. അപ്പം സൺബേൺ അടിച്ച് ലാസ്റ്റ് നെറ്റിട്ടു. അപ്പം ആ കുഴിച്ചിലൊക്കെ നിന്നു, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്, ഈ കാണുന്നതൊക്കെ സൺബേൺ അടിച്ചിരിക്കുന്നുണ്ടോ, കറുത്ത്. നമ്മളെല്ലാവരും പറയും മാവൊക്കെ നല്ല വെയിൽ നിൽക്കേണ്ട സാധനമാണെന്ന്. ആ മാവിന് പോലും സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഈ പക്ഷേ ചൂട്. ഈ കാണുന്നതിൻ്റെ നംഡോക്ക് ഗോൾഡാണ്. നോക്കിയേ, ഈ വളം കൂടിയതോ അല്ല വെള്ളം കുറഞ്ഞൊന്നും അല്ല, ഇതൊക്കെ സൺബേൺ ആണ് ഈ കാണുന്നത്. ഇതുണ്ടോ, സൺബേൺ അടിച്ചിരിക്കുന്നതാണ്. ചൂട് അതികഠിനം എന്ന് തന്നെ പറയാം. ഞാൻ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നതാണ്, പക്ഷേ കുഴപ്പമില്ല, സർവൈവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കിങ് ഓഫ് ചക്കാപ്പാത്ത് കണ്ടോ, ഇലയൊക്കെ കണ്ടോ. ഈ കാണുന്ന എല്ലാം സൺബേൺ അടിച്ചിരിക്കുന്നതാണ്. ഒരു തലയിലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ വെട്ടിക്കളയാത്തത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 2 നല്ല കമ്പുണ്ട്. ഇതൊഴിവാക്കി ഈ വലിയ കമ്പിനെ പുതിയതായിട്ട് വളർന്നു വരുന്നതിന് നിർത്താനുള്ള പരിപാടിയിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോവാണ്. ഇതിന് നമ്മുടെ മനോരഞ്ജിതമാണ് ഈ കാണുന്നത്. ഇതിനങ്ങനെ സൺബേൺ അടിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ബനാന, അതിനും വലിയ കുഴപ്പം കണ്ടില്ല, ഇലകളൊക്കെ വലിയ കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നാംഡോക്ക് കിങ് ഓഫ് ചക്കാപ്പാത്ത് അതുപോലെ ചാമ്പ ഫുൾ സൺബേൺ അടിച്ചിരിക്കുന്ന ചാമ്പ ഞാൻ കാണിച്ചു തരാം. അത് സൂര്യാഘാതം എന്നൊക്കെ പറയത്തില്ല, മനുഷ്യന്മാർക്ക് സൂര്യാഘാതമാണെങ്കിൽ ചെടികൾക്ക് സൺബേൺ ആണ്. ഇതാ ഈ കാണുന്നതാണ് സൺബേൺ. സൂര്യാഘാതം ഒന്നു തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇതുണ്ടോ, എൻ്റെ നമ്മൾ സീഡ്ലെസ് ചാമ്പയാണ് സാധാരണ. കണ്ടോ, ഇതിനകത്ത് എവിടെ ഇല്ലാത്ത നോക്കിയാൽ മതി. ചില ആൾക്കാർ പറഞ്ഞ് വളം കൂടിയിട്ടാണ്, വളം കൂടിയിട്ടൊന്നുമല്ല. ഇതെല്ലാം സൺബേൺ ആണ് ഈ കാണുന്നതെല്ലാം. ഇതുണ്ടോ, ഇതെല്ലാം സൺബേൺ അടിച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടല്ലേ, ഫുള്ള് നെറ്റിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ്. പണ്ടുണ്ടായിരുന്നു, ഒരു കാലത്ത് ഫുള്ള് നെറ്റുണ്ടായിരുന്നു. ഈ കാണുന്ന കമ്പിയൊക്കെ അതിനായിട്ട് ബന്ധപ്പെട്ടാണ് ഫുൾ നെറ്റ് ഉണ്ടായിരുന്നതാണ്. പിന്നെ നെറ്റ് ആവശ്യം, അല്ലെങ്കിൽ നല്ല വെയിൽ വേണ്ട ചെടികൾക്ക് അത് മതി എന്നുള്ള ഇതിൽ ഞാൻ നിർത്തിയേക്കുന്നതാണ്. കണ്ടോ, നമ്മുടെ ജലഹരിയിലൊക്കെ നിറച്ച് ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ ആയി. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 ജലഹരി പറിച്ച് നോക്കിയല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴയത്ത് താഴെ വീണത് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല മധുരം കണ്ടു ഈ ഒരു സമയത്തും, അതായത് പഴുപ്പ് ആകാത്ത സമയത്തും. വേറെ ആപ്പിൾ അത്യാവശ്യം ഫ്രൂട്ടൊക്കെ സെറ്റായി കണ്ടല്ലോ, നല്ലപോലെ സൈസൊക്കെ ആയി വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അത് താഴോട്ട് വീണ് തുടങ്ങിയുണ്ടോ, വെയിറ്റ് കയറി തുടങ്ങി. ഒടിയാതെ ഇനി വലിച്ചു കെട്ടണം, ഞാൻ കയറക്കിട്ട് വെച്ചിട്ടുണ്ട്, വലിച്ചു കെട്ടണം. ഇതുകൊണ്ട് എല്ലാം താഴത്തേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്, വെയിറ്റ് കൂടിയിട്ട്. നോക്കി, ഈ ചെറിയ കൊലയിൽ തന്നെ എത്രയാണെന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടാലും കുറേ കഴിയുമ്പോൾ നല്ല സൈസ് ആകുമ്പോൾ വെയിറ്റ് കൂടുതലാണ് ഇതിന്. ചിലപ്പോൾ ഞാൻ കുറേയൊക്കെ ഒഴിവാക്കും കേട്ടോ. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു കുറച്ചൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ ബേറാപ്പിളിനും സൺബേൺ അല്ല വന്നേക്കുന്നത്, കാകളുടെ കൊഴിച്ചിലാണ് കണ്ടേക്കുന്നത്. അതും ഈ പറയുന്ന ചൂടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് കാണിച്ചു തരാം, 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഈ കാണുന്നുണ്ടോ, ഇതാ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചാണ് ഈ കാണുന്നതൊക്കെ. ചൂട് കൂടിയിട്ടുണ്ടാകുന്നതാണിത്. ടർക്കിഷ് ബ്രൗണൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. നോക്കി, എൻ്റെ കളറ് നോക്കി, എന്ത് കളറാന്ന്, നല്ല ചുമന്നിരിക്കുന്ന ടർക്കിഷ് ബ്രൗൺ. അതുപോലെ കുറേയൊക്കെ ഇനിയിപ്പോൾ വേറെ സംഭവം കാണിച്ചു തരാം. ഈ ഒരു കളർ കണ്ടോ, ഇത് സൺബേൺ അല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച സൺബേൺ ആണെങ്കിൽ സൺബേൺ അല്ല, ഇത് നമ്മുടെ ടർക്കിഷ് ബ്രൗൺ. ഇത് നമ്മുടെ പഴുത്ത ടർക്കിഷ് ബ്രൗൺ ആണ്. ഇത് കളർ മാറിയ ടർക്കിഷ് ബ്രൗൺ. ഇത് നാളെ കൊണ്ട് ഫുൾ കളറാവും. നമ്മൾ അത്തിയൊക്കെ പെട്ടെന്ന് പഴുക്കുന്ന സാധനമാണ്. പഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് തുടങ്ങിയാൽ പെട്ടെന്ന് പഴുക്കും. ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസം കൊണ്ട് ഇപ്പോൾ പഴുക്കുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ ഫസ്റ്റ് സീസണിൽ എനിക്ക് അങ്ങനെ ഇല്ല. ഫസ്റ്റ് സീസൺ 2 മാസം കഴിഞ്ഞിട്ടാണ് പഴുത്ത് തുടങ്ങിയെങ്കിൽ ഈ ഒരു സീസണിൽ എനിക്ക് പെട്ടെന്ന് പഴുക്കുന്നുണ്ട്. ഇത് കളർ മാറി തുടങ്ങി, നാളെ കൊണ്ട് ഇത് ഫുൾ കളറാവും. ഇത് ഇന്ന് പറിക്കണം. അതുപോലെ നമ്മൾ ഡയാന ഒരു സെറ്റ് തീർന്നു. നമ്മൾ വീഡിയോസൊക്കെ ഒരുപാടുണ്ടായിരുന്നതാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഡയാന ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നതാണ്. ആ സെറ്റ് തീർന്നു. അപ്പോൾ എന്താ, അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്യാപ്പില്ലാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂനെറണ്ട. ഓക്കെ, നമ്മൾ പഴയ വീഡിയോസിൽ നോക്കിയാൽ കാണാൻ താഴെ നിന്നൊക്കെ നമ്മൾ പറിച്ചൊക്കെ ഉണ്ട് കണ്ടത്. ഇതിപ്പം ഓരോന്നോടും അങ്ങനെ എണ്ണിയാൽ മതി, ഓരോ ഇലകളുടെ ഇടയിലും ഓരോന്നുണ്ട്. ഒന്നുണ്ട്, ഇത് ഓരോ ഇലയിലും, ഇവിടെ അടുത്ത ഇലയിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ, എല്ലാ ഇലയിലും ഉണ്ട്. ഓരോ ക്യാരക്ടറാണ് ഓരോ അത്തിയുടെയും. നല്ലൊരു ഫ്രൂട്ടാട്ടോ. ഞാൻ 1-2 പേർക്ക് അഭിപ്രായം പറയാൻ വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് കഴിച്ചു നോക്കാൻ വേണ്ടി കൊടുത്തു. എല്ലാവരും ഇഷ്ടപ്പെട്ടത് പൂനെ റെഡും ടർക്കിഷ് ബ്രൗണുമാണ്. ഡയാനയ്ക്ക് മധുരം കുറവാണ്, കുറച്ച് ഫ്ലേവർ കുറവാണ്.
പക്ഷേ ടർക്കിഷ് ബ്രൗൺ നല്ല ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ചെറിയൊരു പുളിമധുരമാണ് നമ്മുടെ ഈ പറയുന്ന പൂനെ റെഡിന്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു അത്തിയുടെ. ഈ കാണുന്ന നമ്മുടെ ഒരു ചെറിയ 14 ഇഞ്ചിൻ്റെ പോട്ടിൽ നിൽക്കുന്ന ഒരു വിയന്നർ പേരയാണ്. അതിലൊരു പേരയ്ക്ക ആദ്യം ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം സൈസായിട്ടുണ്ട്. എൻ്റെ കൈ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, കണ്ടോ, അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഞാൻ കവറൊക്കെ ഇട്ട് വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഇത് മൂത്തിട്ടുണ്ട്, പക്ഷേ എന്താ ഞാൻ ഒരു 2-3 ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് നിർത്തിയിട്ടേ പറിക്കുന്നുള്ളൂ. കാരണം താഴെ പോയിരിക്കാൻ വേണ്ടി കാരൊക്കെ കെട്ടി ഇങ്ങനെ സപ്പോർട്ട് നിർത്തിയേക്കാണ്. കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കണക്കിൽ എങ്ങനെ ഒരു 100-300 ഗ്രാമിൻ്റെ മുകളിൽ, 300-350 ഗ്രാമിൻ്റെ മുകളിലുണ്ടാകാനാണ് സാധ്യത. അതുപോലെ നമ്മുടെ പുതിയ മുട്ടുകളുണ്ട്. ഇവിടെയൊക്കെ പുതിയ മുട്ടുകളുണ്ട്, നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. കുറേയൊക്കെ വിരിഞ്ഞു തുടങ്ങി, കണ്ടോ, പോളിനേഷൻ നടക്കുന്നു. ഇവിടെ 2 എണ്ണം വേറെ ഉണ്ട്. അപ്പം ഒരു കാര്യമുണ്ട്, നമ്മുടെ പേരയൊക്കെ എപ്പോഴും പ്രൂൺ ചെയ്യണം. ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ തളിര് വരും, ഇതിലൊക്കെ മുട്ടുകളുണ്ടാവും. നല്ല ചെറിയ കായായ ഒരു സൈസിൽ മുട്ട്, പിന്നെ കുറച്ചും കൂടെ വലിയൊരു മുട്ട്. ഇതിൽ ചെറുതായിട്ട് സൺബേൺ അടിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലായി, ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട് ഈ സൈഡിൽ. പിന്നെ ഇവിടെ അടുത്ത ഫ്ലവറൊക്കെ വിരിഞ്ഞു. അപ്പം പേരയ്ക്ക് മസ്റ്റായിട്ടും പ്രൂണിങ് നിർബന്ധം, അതിലൊരു സംശയമില്ല. കണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പ്രൂൺ ചെയ്തതാണ്. ഈ കാണുന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ പ്രൂൺ ചെയ്തു. അവിടെ നിന്ന് വന്ന കമ്പുകൾ 2ലും ഫ്ലവറുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന എല്ലാം ഞാൻ പ്രൂൺ ചെയ്തതാണ്. ഇവിടെയൊക്കെ ഫ്ലവർ വന്നു. ഈ കാണുന്നത് ഞാൻ പ്രൂൺ ചെയ്തതാണ്. ഈ താഴ്ഭാഗത്ത് നിന്ന് ഇവിടെ ഞാൻ പ്രൂൺ ചെയ്തു. അവിടെ നിന്ന് വന്ന കമ്പിൽ 2 ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞു. പേരയ്ക്കൊക്കെ പ്രൂണിങ് മസ്റ്റാണ്, നമ്മൾ ഒരിക്കലും വിട്ടുകളില്ല. പിന്നെ ഈ ശോഷിച്ച കമ്പുകൾ ഇതൊക്കെ നേരത്തെ പ്രൂൺ ചെയ്ത് കളയണം. ഫുള്ള് ചേർത്ത് വെക്കണ്ട, ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മളെല്ലാ കമ്പും നിലനിർത്തേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഈ ഒരു ഫ്രൂട്ട് കഴിഞ്ഞ പുറകെ ഞാൻ ഇതെല്ലാം പ്രൂൺ ചെയ്യും. പിന്നെ കുറച്ച് ഡെഫിഷ്യൻസി കണ്ടായിരുന്നു ഇടയ്ക്ക്, നമ്മുടെ ഇലയൊക്കെ കണ്ട് ഇച്ചിരി മഞ്ഞളിപ്പം നരമ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇലയൊക്കെ ഒന്നും മാറ്റം വരില്ല. ഇനി പുതിയ വരുന്ന ഇലകളൊക്കെ നോക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ പേരയുടെ ഒരു അവസ്ഥ. ഏതായാലും ഈ ഒരു ഫ്രൂട്ട് പറിക്കുമ്പം ഞാൻ നിങ്ങൾ എന്തായാലും റിവ്യൂ എടുക്കാം. എൻ്റെ ഇത് വിയന്നറാണ്, അപ്പം അത്യാവശ്യം കുരു ഉണ്ടാകും, നമ്മൾ കടയിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കുറച്ചുകൂടെ മൂക്കണം. ഇതിൻ്റെ പുറഭാഗമൊക്കെ കുറച്ച് കുഴിയൊക്കെ വരണം എന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. അത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. നമുക്ക് ഏതായാലും റിവ്യൂ ഇടാം. നല്ലൊരു 100% എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് വിയന്നാർ എന്ന് പറയുന്നത്. നമ്മുടെ കടകളിൽ കിട്ടുന്ന ഒരു ടൈപ്പ് സാധനമാണ്. ഇത് പറിക്കുമ്പം നമുക്ക് അതിൻ്റെ ഒരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം.